മോദിയുടെ കൂടെ നിൽക്കുന്നതിന് മുമ്പേ പണ്ട് കാലം തൊട്ടേ സുരേഷ് ഗോപി എല്ലാവർക്കും സഹായിയാ. സുരേഷ് ഗോപിക്ക് ഒരു ചെറിയ ഹോപ്പുണ്ട്. സുരേഷ് ഗോപിക്ക് ചെറിയൊരു ഹോപ്പുണ്ട്. സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയുള്ള ചുമ്മാ ഷോ കാണിച്ചിറങ്ങുന്നുണ്ട്. അതാർക്കും മനസ്സിലാവാ. സുരേഷ് ഗോപി ജയിക്കണം എന്നുണ്ട്. കാരണം സുരേഷ് ഗോപി നല്ലൊരു മനുഷ്യനായതുകൊണ്ട്. ഇപ്പൊ സുനിൽകുമാർ ആയാലും നമ്മുടെ പ്രതാപനായാലും പേഴ്സണലായിട്ട് നല്ല ആളുകൾ തന്നെയാണ്. പക്ഷെ രാഷ്ട്രീയപരമായിട്ട് അവരൊന്നും പ്രത്യേകിച്ച് അവർക്ക് കിട്ടിയെന്ന് വെച്ചിട്ട് ചെയ്തിട്ടില്ല. ഇല്ലാണ്ട് ചെയ്ത ആളാണ് ഈ പറഞ്ഞ ആള്. നമസ്കാരം. ഇത്തവണ 2024 BJP കേരളത്തിൽ അസാമാന്യമായ ഒരു മുന്നേറ്റം നടത്തും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ജനങ്ങൾക്കിടയിൽ BJPക്ക് അനുകൂലമായ വികാരം ശക്തമായ രീതിയിലാണ് പ്രതിഫലിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഫലത്തിൽ ഇത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന സ്ഥലം തൃശൂർ ആണ് എന്നതിൽ തർക്കവുമില്ല. മോദിയുടെ ഗ്യാരണ്ടിയും സുരേഷ് ഗോപിയുടെ ജനപിന്തുണയും സുരേഷ് ഗോപിക്ക് ഫലത്തിൽ പ്രകടമാകുമോ? എന്താണ് തൃശൂരിലെ വോട്ടർമാർക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? നമുക്ക് നോക്കാം. ഇപ്രാവശ്യത്തെ ഇലക്ഷന്റെ ചൂട് എത്രത്തോളായി? ആര് ജയിക്കും എന്നാ തോന്നണ ചേട്ടന്? സുരേഷ് ഗോപിക്ക് ഒരു ചെറിയ ഹോപ്പുണ്ട്. സുരേഷ് ഗോപിക്ക് ചെറിയൊരു ഹോപ്പുണ്ട്. സുരേഷ് ഗോപി ജയിച്ചു വന്നാൽ എന്തെങ്കിലും ഗുണം ഉണ്ടാവും തോന്നുന്നുണ്ടോ? പ്രതീക്ഷിക്കാം. കാരണം നമ്മൾ എപ്പോഴും ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്ന ആളുകളായതുകൊണ്ട് ഒന്നുമില്ലാതെ ഇരിക്കുന്നതോ അല്ലെങ്കിൽ കണ്ടിന്യൂവേഷൻ ഒരേപോലെ പോകുന്നേക്കാൾ നല്ലത് ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഒരു വ്യത്യാസം അത്രേ ഉള്ളൂ. സുരേഷ് ഗോപി ജയിക്കണം എന്നുണ്ട്. കാരണം സുരേഷ് ഗോപി നല്ലൊരു മനുഷ്യനായതുകൊണ്ട്. അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യോ? വോട്ട് ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ട്. ആലോചനയിലാണ്. സുരേഷ് ഗോപിയുടെ വോട്ട്, നിങ്ങളുടെ വോട്ട് സുരേഷ് ഗോപിക്ക് കിട്ടില്ല. ഞങ്ങൾ വേറൊരു സ്ഥലത്താണ്. നിങ്ങൾക്ക് വേറെ ആൾക്കാരാണ്. അത് കാരണം നിങ്ങൾക്ക് സുരേഷ് ഗോപിക്ക് ചെയ്യാൻ പറ്റും. സുരേഷ് ഗോപി നല്ലൊരു മനുഷ്യനാണ്. ആൾക്കാർക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ആഗ്രഹമുണ്ട്. അപ്പൊ ആൾക്ക് വ്യക്തിത്വം അത് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ സുനിൽകുമാർ ആയാലും നമ്മുടെ പ്രതാപനായാലും പേഴ്സണലായിട്ട് നല്ല ആളുകൾ തന്നെയാണ്. പക്ഷെ രാഷ്ട്രീയപരമായിട്ട് അവരൊന്നും പ്രത്യേകിച്ച് അവർക്ക് കിട്ടിയെന്ന് വെച്ചിട്ട് ചെയ്തിട്ടില്ല. ഇല്ലാണ്ട് ചെയ്ത ആളാണ് ഈ പറഞ്ഞ ആള്. അത് ഞാനല്ല, എന്നൊക്കെ വിവരമുള്ളവർക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യം ആളെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രി തൃശ്ശൂരിന് കിട്ടുന്ന കേന്ദ്രം തൃശ്ശൂരിന് മാത്രമല്ല മന്ത്രി, കേരള സംസ്ഥാനത്തിന് മുഴുവൻ ഗുണം ചെയ്യും. കാസർഗോഡ് ടു പാറശാല വരെ ഗുണം ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ജനങ്ങള് രാഷ്ട്രീയം നോക്കി വോട്ട് ചെയ്യാത്ത നിഷ്പക്ഷമായി തൃശ്ശൂരിന്റെ വികസനം അല്ലെങ്കിൽ നാടിന്റെ വികസനം ആഗ്രഹിക്കുന്ന എല്ലാവരും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യും. 100%. സുരേഷ് ഗോപി കുറച്ച് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചെറിയൊരു സാധ്യതയുണ്ട്. പിന്നെ ജനങ്ങളും ഒരു ചേഞ്ച് ആവശ്യപ്പെടാൻ കാത്തിരിക്കുന്നുണ്ടെന്നാണ് എൻ്റെ തോന്നല്. അപ്പം അതനുസരിച്ച് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ തൃശ്ശൂരിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പം സുരേഷ് ഗോപി ആദ്യം ഒന്ന് എതിർത്തെങ്കിലും അപ്പൊ ചേട്ടന്റെ മനസ്സിൽ അപ്പൊ സുരേഷ് ഗോപി ജയിക്കും. അത് ഈ സഹായം കൊണ്ടാണ് പറയുന്നത്. ജനങ്ങൾക്ക് ഇന്ന് അതാണ് ആവശ്യം. അതുകൊണ്ട് രാഷ്ട്രീയം കൊണ്ട് പൊതുജനങ്ങൾക്ക് ഒരു കാര്യമില്ല. സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയുള്ള ചുമ്മാ ഷോ കാണിച്ചിറങ്ങുന്നുണ്ട്. അതാർക്കും മനസ്സിലാവാ. ഇവിടെ മറ്റേ കിരീടം കൊണ്ടു വയ്ക്കുന്നു, അത് കൊണ്ടു വയ്ക്കുന്നു. ഇത് കാണിച്ചുകൊണ്ടൊന്നും തൃശ്ശൂർക്കാർ വീഴില്ല. അതിനൊരു അടിത്തറയുണ്ട്. മോദിയുടെ കൂടെ നിൽക്കുന്നതിന് മുമ്പേ പണ്ട് കാലം തൊട്ടേ സുരേഷ് ഗോപി എല്ലാവർക്കും സഹായിയാ. ഏത് പാവം ചെന്നാലും ഏത് രോഗി എന്നാലും ഏത് ഭിക്ഷക്കാരൻ ചെന്നാലും സഹായിക്കുന്നേ. ഞാൻ പോയതോ ശാസ്ത്രമംഗലത്ത് അദ്ദേഹം കാണാം. അന്ന് 2 ദിവസം പോയപ്പോ അദ്ദേഹം ഇല്ലായിരുന്നു, ഷൂട്ടിങ്ങിന് പോയി. പിന്നെ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ ഇനി വോട്ടിന് നിൽക്കുന്നല്ലോ, എനിക്ക് കാണണം, ഞാൻ കാണും.